ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാവാനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ ഫ്രണ്ട്സായി ചോദിക്കുന്നു, വീട്ടിൽ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊന്നും വരാൻ പറ്റാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വീടിനകത്തും പുറത്തൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്തുള്ളത്. ആവശ്യമുള്ളത് ഇനിയും ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ വീണ്ടും വീണ്ടും പിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കേട്ടോ. നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ പഠിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ പോലെ തന്നെ കുറേ കൂട്ടുകാരുണ്ട് വീടൊക്കെ സ്വന്തമായിട്ട് ആവാത്ത ഒരുപാട് വീടൊക്കെ സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീടൊക്കെ ആവട്ടെ കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് മുറ്റത്ത് തന്നെ തുടങ്ങാം. നമ്മൾ മുറ്റത്ത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഉള്ളതിൽ പെട്ടതല്ല കേട്ടോ. എന്നാൽ കൂടി നമ്മൾ മതിലിൻ്റെ വർക്കൊക്കെ ചെയ്ത സമയത്ത് ആ ഒരു കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആവുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് ടൈലിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ട് അങ്ങനെ കൂടായിട്ടാണ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതാ ഗേറ്റ് നമ്മൾ GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്, ഇരുമ്പിൻ്റെ പൈപ്പിൽ കേട്ടോ. ഇതുപോലെ അങ്ങനെ അതിൻ്റെയൊക്കെ സൈസ് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചതെല്ലാം ബെറ്ററായിരുന്നു. പക്ഷേ ഈ ഒരു ഗേറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യിപ്പിച്ചത് കുറച്ച് പാളിപ്പോയിരുന്നു. നമ്മൾ വർക്കേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല തന്നെ നമ്മൾ നോക്കിയെടുക്കുക. നമുക്കറിയാവുന്ന വേറെ ടീമിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ വർക്ക് ചെയ്തവർ അത്ര പോരായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടില്ല, കുറ്റിയിടുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് മാറിപ്പോയിട്ടുണ്ട്. അത് അഡ്ജസ്റ്റബിളായിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യും വേണ്ട, കുറച്ച് ഓപ്പണായിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ലൈനാക്കിയത്. പിന്നെ ഡബിൾ ഗേറ്റ് ആണ് കേട്ടോ, നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റുമാണ്. പിന്നെ എന്താ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഏരിയ ഇതുപോലെ ഇങ്ങനെ അവിടെ ഞാനൊരു റംബുട്ടാൻ്റെ തൈ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആകെ പുല്ല് വന്ന് കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചായിട്ട് അങ്ങനെ റെഡിയാക്കി വരികയാണ് കേട്ടോ. പിന്നെ എന്താ നമുക്ക് കിണർ, നമ്മുടെ ഈ ഒരു പറമ്പ് മേടിച്ച സമയത്ത് തന്നെ ഇവിടെ കിണറുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഈ ഒരു കിണർ നമ്മളിങ്ങനെ ആക്കിയെടുക്കാൻ കുറേ ഫണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു പഴയ ടൈപ്പ് കിണറാകെ പുല്ലും കാടൊക്കെ പിടിച്ച് അങ്ങനെ ആകെ ഒരു വൃത്തിയില്ലാത്ത ടൈപ്പിലായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്തപ്പോഴേക്കും നല്ല നമുക്ക് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ മുറ്റത്തൊക്കെ മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പറമ്പ് നമ്മളുടെ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒരു കോമ്പൗണ്ട് വാൾ പോലെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ടൈലിട്ടിട്ടുണ്ട്, വൈറ്റ് കളറിലുള്ള ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചിലരൊക്കെ ഇപ്പോൾ ഉണ്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ടൈല് പഴയ മോഡലായിട്ട് നമ്മൾ ആദ്യം വേണോ വേണ്ടോ എന്ന് വിചാരിച്ചാണ് നിന്നിട്ടോ. പിന്നെ വിചാരിച്ചു പെയിൻ്റ് ആകുമ്പോൾ നമ്മൾ ചെറിയ മക്കളാക്കുമ്പോൾ എന്തായാലും ഒരു ചളിയും കാര്യങ്ങളൊക്കെ ആക്കും. അപ്പോൾ ടൈലാകുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാമല്ലോ. പിന്നെ നമ്മൾ ആ സ്റ്റെപ്പിലും മുകളിലൊരു ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതിലും നമ്മൾ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് അങ്ങനെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് അല്ല കേട്ടോ, നമുക്ക് ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ വേണമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു നമ്മൾ. ഇനി ഇതാ സിറ്റ് ഔട്ട് നമ്മൾ നേരെ കയറുന്നത് ലിവിങ് ഹാളിലേക്കാണ്. ഒരു TV യൂണിറ്റും സെറ്റിയും ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കൊടുത്തുള്ളത്. ഈ ഒരു ചെയറുകൾ നമ്മൾ സിറ്റ് ഔട്ടിലുള്ളതാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നതാണ് കേട്ടോ. ഇവിടെ TV യൂണിറ്റാണ്. നമ്മൾ ഈ ഒരു ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ചെയ്തില്ല അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. TV യൂണിറ്റിന് TV ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. TV നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇൻഷാ അല്ലാ മേടിക്കാം കേട്ടോ. ഒരു TV നമുക്കിവിടെ വെക്കണമെന്നുണ്ട്, കാരണം മക്കളുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലായിട്ട്. എന്തായാലും ഫോണിലാണെങ്കിലും TVയിലാണെങ്കിലും അവർ നോക്കുമല്ലോ. അപ്പോൾ ഒന്നും കൂടെ TV ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ വിട്ടിരുന്ന് അവർ നോക്കുമല്ലോ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അത് നോക്കണം. പിന്നെ ഇതാ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ അങ്ങനെയുള്ള ഷോ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അത് വെക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ ബുക്സും അങ്ങനെ പല ടൈപ്പായിട്ട് കയറി കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വാഭാവികമാണല്ലോ. പിന്നെ സോഫയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ ഒരു TV യൂണിറ്റ് നമ്മൾ ഡിസൈൻ നമ്മൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്തതാണ്. ഈ ഒരു ഷെൽഫാണെങ്കിലൊക്കെ നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് അവരതുപോലെ ചെയ്തു തന്നതാണ്. പിന്നെ സെറ്റി ആണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. നമുക്കറിയാവുന്ന കാക്കാൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു ടീമിനെ നമുക്ക് ഏൽപ്പിച്ചെന്ന് നമ്മൾ ഡിസൈൻ കൊടുത്തു, അതുപോലെ അവർ ചെയ്ത് തന്നതാണ്. നമുക്കിവിടെ ഇങ്ങനെ ഈ ഒരു
നമ്മളല്ലാതെ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സൈസൊന്നും കറക്റ്റ് ആവില്ലല്ലോ. ഇതാകുമ്പോൾ ഒരു സൈസൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്താൽ ഇവിടെ ഈ ഒരു കോർണറിൽ എന്തെങ്കിലും പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ള കുറേ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആവശ്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാമല്ലോ. അതുപോലെ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു, സോഫ. പിന്നെ എൻ്റെ മാമന്മാരുടെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അവർ ഫണ്ട് തന്നിട്ട് നമ്മളങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ലിവിങ്ങിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിലേക്കാണ് അടുത്തത് വരുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മളെ സ്റ്റെയറാണ് കേട്ടോ. നമുക്ക് ഹൗസ് വാമിങ്ങിന് വന്ന സമയത്തും വീട് കണ്ടിട്ടുള്ളതൊക്കെ കുറേ പേര് ഓരോരോ ഭാഗങ്ങൾ അവർക്ക് ഇഷ്ടമായി. ചിലർ സോഫയും അവിടുത്തെ ആ ഒരു ഭാഗങ്ങളും ഇഷ്ടമായി എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ സ്റ്റെയർ ഇഷ്ടമായി എന്ന് പറഞ്ഞവരുണ്ട്. ചിലർ നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ ഇഷ്ടമായി. അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ എന്നോട് കിച്ചൻ്റെ ഓപ്പൺ കിച്ചണാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇഷ്ടമായി എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കും കാക്കാക്കുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെയാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്തതാണ്. നമ്മൾ ഒരു വീടിനകത്ത് എത്ര ചെറുതും വലുതാണെങ്കിലും അത് ഭംഗിയാവാനുള്ള കാരണം അവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ വൈറ്റ്, വുഡ്, ബ്ലാക്ക് ഈ ഒരു കളർ കോമ്പിനേഷനാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഓരോ ഐറ്റംസ് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെയറും ടേബിളും എൻ്റെ അനിയൻ്റെ ഗിഫ്റ്റായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിനും മൂലക്കും നമുക്ക് ഓരോ കഥകളുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ടേബിളിൻ്റെ കാര്യം. അവനക്ക് അത്യാവശ്യം നല്ല സ്പെഷ്യലായിട്ടുള്ളതൊന്ന് എടുക്കണം, മോഡലായിട്ടുള്ള എടുക്കണം എന്ന് അവൻ്റെ ആഗ്രഹമായിരുന്നു. റേറ്റും വന്നിട്ടുണ്ട്. എന്നാൽ ഈ ടേബിളും ചെയറും ഒരു സെറ്റല്ല കേട്ടോ. നമ്മൾ ടേബിൾ എടുത്തുള്ളത് ഒരു ഷോപ്പിൽ നിന്നും ചെയറുകൾ എടുത്തുള്ളത് വേറൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മരത്തിൻ്റെ കസേരകൾ നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം ചെറിയ മക്കളൊക്കെ ഉള്ളത്, അവർ തട്ടി മറിച്ച് കഴിഞ്ഞാൽ ഫ്ലോറും ഒക്കെ കേടാവുമല്ലോ എന്ന് വിചാരിച്ച് അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ടൈപ്പിലുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ഈ ഒരു മോഡലിലുള്ളതാണ്. അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ടോ ഇതിനൊക്കെ. 4000 മുതലാണ് സ്റ്റാർട്ടിങ്. 4, 5, 6 അങ്ങനെ പറഞ്ഞ് മുകളിലേക്കാണ് കേട്ടോ ഓരോ ചെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും ഒരു ബഡ്ജറ്റിൽ നമുക്ക് താങ്ങൂല എന്നുള്ളത് എന്തായാലും നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സെർച്ച് ചെയ്ത് നടന്ന് നമ്മൾ ടേബിൾ എടുത്ത ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല. പിന്നെ കുറേ സെർച്ച് ചെയ്ത് നടന്ന് നമുക്ക് വളാഞ്ചേരിയിലുള്ള വെറൈറ്റി ഫർണിച്ചർ ഷോപ്പുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ചെയർ എടുത്തിട്ടുള്ളത്. 2400 ആ ഒരു റേഞ്ചിലുള്ള ചെയറാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു 5000-ന് 7000-ൻ്റെ ഒക്കെ ചെയറുകളുണ്ടല്ലോ, ഈ ഒരു മോഡൽ ചെയറുകളാണ് കേട്ടോ അത്. ഞാൻ അങ്ങനെ ആ രീതിയിലുള്ളത് വേണമെന്ന് എനിക്കൊരാഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പമല്ലേ. നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരുവോളെങ്കിലും കിട്ടുക. അപ്പോൾ അതുപോലെ ഞാൻ കുന്നോളം ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കുന്നിക്കുരു കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം ആ ഒരു ടൈപ്പിലുള്ള ഞാൻ ആഗ്രഹിച്ച ആ മോഡൽ തന്നെ നമുക്ക് കിട്ടി കേട്ടോ. ഫുൾ കുഷ്യൻ ആയിട്ടുള്ളതാണ് അത്. ഫുൾ കുഷ്യൻ കവറഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കൊരു സെമി കുഷ്യൻ ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ആ ടേബിളിൻ്റെ ആ ഒരു കവറൊന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു. കാരണം മക്കളുള്ളതുകൊണ്ട് തന്നെ അവരത് ഒക്കെ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിക്കും എന്നുള്ള പേടിയുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെയറിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു ഏരിയ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, മോളുടെ സ്റ്റഡി ടേബിളായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. കാക്കാൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വലിയ ജനൽ, ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വാഷ് ബേസിൻ ഏരിയ അങ്ങനെ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ലോവർ ഷീറ്റൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. നമുക്ക് ടൈലിൻ്റെ ഷോപ്പിൽ പോയ സമയത്ത് നമ്മൾ ആദ്യം ഫ്ലോറിലെടുക്കാൻ പോയ സമയത്ത് ഇത് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് കേട്ടോ. കാരണം അതൊക്കെ ആ ഷീറ്റ് വെക്കണം എന്നായിരുന്നു പ്ലാന്. പിന്നെ നമുക്ക് പെട്ടെന്നാണ് ചേഞ്ചായി ഈ ഒരു ടൈല് കണ്ടപ്പോൾ അത് എടുക്കാമെന്നാണ് തോന്നിയിട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബേസ് ഇരിക്കുന്ന അത് നമ്മൾ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു അത്യാവശ്യം തിക്നെസ്സിൽ വരുന്ന ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ഗ്രാനൈറ്റ് പോയി നോക്കിയ സമയത്ത് നമുക്ക് ഫുൾ ഷീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ബേസിനൊക്കെ ആയിട്ടുള്ള അത്രയും സൈസിലുള്ള ഷീറ്റ് മുറിച്ച് കൊടുക്കുന്നത് ഒരു ഫുൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് അല്ല, ഒരു വേറെ പ്രിൻറ്റ് വരും. നമ്മൾ സിറ്റൗട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന അവർ പറഞ്ഞു നമുക്ക് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈല് വെച്ചതിന് ശേഷം ഇതിനൊക്കെ മാച്ചായിട്ടുള്ള ബേസിന് ഏതാ, മിറർ ഏതാ, പൈപ്പ് ഏതാന്നൊക്കെ നമ്മൾ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടില്ല. നമുക്ക് ChatGPT ഉള്ളതുകൊണ്ട് തന്നെ പിക്ക് എടുക്കും, അവിടെ വിട്ടെടുക്കും, തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി. ChatGPT ഇട്ട് കൊടുത്ത സമയത്ത് കുറേ പിക്കുകൾ നമ്മൾ ഉണ്ടായിരുന്നു, പല കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ബേസിന് ഒരു പച്ച, അതുപോലെ തന്നെ ഷീറ്റ് പച്ച ബോർഡിൽ വെച്ചിട്ട് കേട്ടോ. എന്തായാലും ആ ഒരു ബേസിന് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ ഒഴിവാക്കി കേട്ടോ. വാഷ് ബേസിന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റിനുള്ളതും വൈറ്റ് ആവട്ടെ എന്ന് കരുതി, കളർ മാച്ച് ആവട്ടെ എന്ന് കരുതി ഒന്ന് നമ്മളെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് പിന്നെ അത് വൈറ്റാണ് മേടിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഒരു
പോട്ട് മറ്റേ നമ്മൾ പ്ലാന്റ് വെക്കുന്ന പോട്ടാണ്. അത് സ്റ്റാൻഡൊക്കെ മീഷോന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മിററിൽ ഇങ്ങനെ ടച്ചിങ് വരുന്ന അങ്ങനെ ആ ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ ശരിക്കും. നമുക്ക് മുകളിൽ ഒരു സിലിണ്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്ര അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. എന്നാലും നമ്മളങ്ങനെ അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ ഒരു ക്ലോക്ക്. ഇനി ഓപ്പൺ കിച്ചണിലേക്ക് നോക്കിയാൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് ഈ ഓപ്പൺ കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കാക്കനോട് പറഞ്ഞു ഓപ്പൺ കിച്ചൺ നമുക്ക് എന്തായാലും വേണം എന്നുള്ളത്. അപ്പോൾ അതിനും നമ്മൾ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വൈറ്റ് ടേബിൾ ഉണ്ടല്ലോ, അത് ഞാൻ ആ വൈറ്റിലാണ്. അതിൻ്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ ലോവർ ഷീറ്റ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പാനലിങ്ങും ഒരു ചെറിയ ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് നമ്മൾ ഒരു ബെഡ്റൂം, മെയിൻ മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ അത് സ്റ്റെയറിൻ്റെ അടുത്തേക്ക് പോകുന്ന ഈ ഒരു സൈഡിലായിട്ടും നമുക്കൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇതുപോലെ ഈ രീതിയിലാണ് ചെയ്തത്. ടൈല് ചുമരിലൊക്കെ നമ്മൾ ടൈല് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒന്നുകൂടി വൃത്തിയും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും കേട്ടോ. പെയിൻ്റ് ആകുമ്പോൾ മക്കളൊക്കെ ചെറിയ മക്കളാണെങ്കിലും ഇപ്പോൾ നമ്മൾ മക്കളല്ല നമ്മൾ വലിയവരുടെ അടുത്ത് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചളിയും കാര്യങ്ങളും പിടിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാൻ ടൈലാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഫുൾ കവറായി അങ്ങനെ ടൈല് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ നമ്മളൊരു കോഫി കളറായിട്ടാണ് ടൈല് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ ഒരു കളർ മാച്ചിങ്ങിലായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രിഡ്ജും നമ്മൾ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു മുകളിലുള്ള ഷെൽഫിൽ നമ്മൾ ഗ്ലാസ് ആയിട്ട് 3 ഭാഗങ്ങൾ നമ്മൾ 3 ഡോറുകൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജും അതേപോലെ തന്നെ വാഷിംഗ് മെഷീനും കാക്കാൻ്റെ ചെറിയ അനിയന് ഗിഫ്റ്റ് തന്നുള്ളതായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, നമുക്ക് എനിക്ക് 9 വർഷം മുൻപ് നമ്മൾ എൻഗേജ്മെൻറ്റിന് നമുക്ക് മിഠായി തരുമല്ലോ, ആ ഒരു ബോക്സാണ് കേട്ടോ. മിഠായിയൊക്കെ ആയിട്ട് തരുന്നത് അത് നമുക്ക് ഒരു സ്പെഷ്യലാണല്ലോ, അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡോറ് നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് ചെറിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുള്ള അങ്ങനെ എൻട്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടേക്ക് നമുക്ക് ലാസ്റ്റ് നമ്മൾ 2 ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ ഫ്ലോറിൽ ഒറ്റ നിലയാണ് നമ്മൾ വീട്. അതിൽ 2 ബെഡ്റൂമാണ് നമ്മൾ എടുത്തുള്ളത്. ഇത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് ചെറിയ ഇങ്ങനെ ഇടുങ്ങിയ റൂമല്ലാതെ അത്യാവശ്യം സ്പേസ് എടുത്തുകൊണ്ട് തന്നെ റൂം നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 3 റൂം എടുത്തുകൂടായിരുന്നില്ലേ എന്നുള്ളത്. നമുക്ക് ആ ഒരു 3 റൂം എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ 2 റൂമായാലും കുഴപ്പമില്ല, അത് അത്യാവശ്യം ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ബെഡ് കോട്ട് നമ്മൾ കാക്കാൻ്റെ ജ്യേഷ്ഠന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഇത് ഒരു ഊഞ്ഞാലും കാക്കാൻ്റെ ഒരു അനിയന് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ബെഡിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, രാഷ് കളറിൽ കാണുന്നത്, അത് ഞാൻ മക്കളുടെ ഡ്രസ്സ് കാര്യങ്ങൾ, മോളുടെ വള, അങ്ങനെയുള്ള ജ്വല്ലറി ഐറ്റംസൊക്കെ ചെറിയ രീതിയിലൊക്കെ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ്, ഒരു ഇത് വാങ്ങിയതാണ് കേട്ടോ, ചെറിയൊരു ഷെൽഫ്. നമുക്ക് ഈ ഒരു റൂമിൽ നമ്മൾ സ്കിപ്പ് ചെയ്തതിലൊന്നാണ് നമ്മൾ ഈ ഒരു റൂമിൽ അലമാര സെറ്റ് ചെയ്തിട്ടില്ല. ഇൻറ്റീരിയറിലായിട്ട് അങ്ങനെയും ചെയ്തിട്ടില്ല, റെഡിമെയ്ഡായിട്ടും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കടകളും കാര്യങ്ങളൊക്കെ വീഡിയോ നമുക്ക് ഇൻഷാല്ലാ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളതിലൊന്നായിരുന്നു അത്. പിന്നെ അത് ബാത്റൂമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ബാത്റൂം അത്യാവശ്യം സ്പേസ് എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ഭാഗത്തും വൈറ്റ് കളറിലും ഒരു സൈഡിലായിട്ട് ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്തും ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കളർ കോമ്പിനേഷൻ കൊണ്ടുവരുമ്പോൾ എല്ലായിടത്തും അതുപോലെ കൊണ്ടുവന്നാൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഈ ഒരു ബാത്റൂമിൽ ഒരു ബക്കറ്റും കപ്പ് കൂടെ ഞാൻ വൈറ്റാണ് എടുത്തുള്ളത്. അത് നല്ലൊരു മാച്ചായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. ഈ ഒരു റൂമിൽ നമ്മളിപ്പോൾ 2 കട്ടിലുകളാണ് ഇട്ടിട്ടുള്ളത്. ഒന്നൊരു കുഷ്യന് വന്നിട്ടുള്ള ആ ഒരു കട്ടിലുണ്ടല്ലോ, അത് ഉപ്പ ഗിഫ്റ്റ് തന്നതായിരുന്നു, എൻ്റെ ഉപ്പ ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കാക്കാൻ്റെ ഒരു അനിയന് ഒരു AC ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അലമാര എൻ്റെ ഉപ്പാൻ്റെ അനിയനെ എളാപ്പ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മക്കളുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കട്ടിൽ ഒരുമിച്ച് കിടക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് 2 കട്ടിലായിട്ട് അങ്ങനെ നമ്മൾ തറവാട്ട് വീട്ടിൽ നിന്ന് പഴയൊരു കട്ടിലും കൂടെ കൊടുന്ന് അങ്ങനെ വെച്ചതാണ് കേട്ടോ. റൂം അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കവിടെ 2 കട്ടിലിടാനും കഴിയും. പിന്നെ മക്കളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടത്താനുള്ളൊരു ടൈം അങ്ങനെ അവർ മാറി കിടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതങ്ങനെ. പിന്നെ അതാ നമ്മൾ വർക്ക് ഏരിയ കാണുന്നുണ്ട്. വർക്ക് ഏരിയ നമ്മൾ അത്യാവശ്യം നല്ല വീതിയിലാണ് ഞാൻ വീതനൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മളെ അടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ അടുപ്പും കൂടെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു റാക്കിന് ചെറിയൊരു റാക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അവരുടെ ഒരു കോൺട്രാക്റ്റിൽ അതില്ലായിരുന്നു കേട്ടോ. ഇനി മിക്സിയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു റാക്ക് അവിടെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് അടുപ്പ്.
അടുപ്പ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അതാ ഗ്യാസിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ചിമ്മിനിയും അതിനനുസരിച്ച് ഗ്യാസുള്ള ഭാഗത്തേക്ക് അങ്ങനെ നീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് ഏരിയ വരുന്നത്. പിന്നെ അതാ ഒരു ചെറിയൊരു സ്റ്റോർ റൂം, അങ്ങനെ ഓപ്പൺ സ്റ്റോർ റൂമായിട്ടാണ് ഞാൻ ക്ലോസ് ആക്കിയിട്ട് ചെയ്യിച്ചില്ലായിരുന്നു. അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് ആയി കിട്ടും. ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ കാണാൻ ആഗ്രഹിച്ച കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ആക്കാനും സപ്പോർട്ട് ആക്കാനും ഷെയർ ആക്കാനൊന്നും മറക്കല്ലേ.